ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഏകദേശം അവിടെ വെച്ചാണ് നിർത്തിയത്. നമ്മൾ ഒന്നുകൂടെ ചാടാൻ നോക്കി. നമ്മൾ കട്ട് ചെയ്തിട്ട് ഒന്നുകൂടെ ചെയ്യുവാണ്. ഇത് ചാട് പിടിച്ച് ഫസ്റ്റ് ഇതിൽ തന്നെ പിടിച്ച്. നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇതിൽ തന്നെ പിടിക്കാൻ പറ്റും. പക്ഷേ എടോ ഇതെങ്ങനെ? മനസ്സിലായി, നടുക്കാണ് നമ്മൾ നിൽക്കേണ്ടത്. നടുക്ക് ചാടിയിട്ട് നമ്മൾ ഇച്ചിരി നടുക്കോട്ട് അങ്ങ് മാറിയണം. ഇച്ചിരി കയറട്ടെ. ഓക്കെ, ഇവിടെ ഇനി ചാടിക്കണ്ടല്ലോ മുത്തേ, തറയെ വീഴോ അറിഞ്ഞൂടാ. ഇച്ചിരി ഒന്ന് ഓക്കെ. ഇനി ചാടിക്കഴിഞ്ഞാണ്ടല്ലോ മുത്തേ, ഇങ്ങനെ ആക്കി കൊടുക്കുക. ചാടിക്കോ. യെസ്. എങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ഇങ്ങോട്ട് പോയി ചാട്. ഇവിടെ നിന്നെങ്ങാനും വീണ് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് നമുക്കറിയില്ല. ഇതെന്താ ഇങ്ങോട്ട് കയറാൻ പറ്റില്ല. തിരിച്ച് ആളെ പടിയാക്കുക ഗൈസ്. അടുത്ത് ഇതെന്താ ഒടിഞ്ഞടക്കുന്ന ചാടാ ഗൈസ്. നിങ്ങളെന്തൊരു സൗണ്ട് കേട്ടായിരുന്നില്ല? വെള്ളത്തിന് സൗണ്ട്. ചാടിക്ക് തിരിച്ചു ചാട്. ഇവിടെ നിന്ന് വേണം മരിക്കത്തില്ലല്ലോ ഗൈസ്. നമ്മുടെ കയ്യും കാലും ഒന്നും അറിയത്തില്ല, കാരണം നമ്മൾ നേരത്തെ ഇവിടെ നിന്ന് ചാടിയല്ലേ. ഇവിടെ വെള്ളത്തിൽ തന്നെ കിടന്ന് ചിരിയും കൂടെ അങ്ങോട്ട് നീക്കി കൊടുത്തു തന്നെ നമ്മളെ ചാടിക്കേറി ചാടിച്ച് തള്ളി കുടിച്ചിട്ട് ചാടിക്കോ ചടാ മുത്ത. നമ്മളെ സീന, നമ്മളെ പിന്നെ പണ്ടേ സീനാണെന്ന് അറിയാലോ. നമ്മളെ കിടന്ന് ഇതൊരു ഭ്രമയുഗം പോലത്തെ ഒരു ഗെയിമാണ് ഗൈസ്. മിനി ഭ്രമയുഗം കണ്ടില്ലേ? ഫുള്ള് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അർജുനശൊക്കെ ഒരു കാട്ടി കൊടുക്കുന്നില്ലേ? ആ കാട് തന്നെയാണിത്. നമുക്കിനി നേരെ രക്ഷപ്പെടാം. അവിടെ എന്തൊരു സാധനം കണ്ടായിരുന്നു. എടാ ഇതെന്താ ഇത്? ചെലന്തിയാ? ഇത്രയും വലിയ ചെലന്തിയാ? ഞാൻ ഇതുവരെ എൻ്റെ ഇത്രയും വലിയ ചെലന്തിയെ കണ്ടിട്ടില്ലല്ലോ. അയ്യോ, ഇവനിങ്ങനെ ടാർഗറ്റ് ചെയ്തിട്ട് ഈ സമയത്ത് മാറാം. എന്തായാലും ഉണ്ടാടെ ഇവിടെ. അവിടെ തോൽപ്പിക്കാനായിട്ടൊന്നും ഇവിടെ കാണുന്നില്ല. ചാടിക്കോ. കുത്തറാ നീ. കുത്ത്. നിങ്ങളെന്തൊരു സൗണ്ട് കേട്ടോ? ഞാൻ കേട്ടു. പക്ഷേ ഓ ഈ സാധനം മറ്റേ കൊമ്പിൻ്റെ മുകളിൽ കൊടുങ്ങിയല്ലേ? ഇത് തട്ടി വീണാ കൊള്ളാലാടാ. ഇത് വെച്ചിട്ട് നമുക്ക് അവനെ കൊല്ലാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. ഇത് നമ്മൾ നിരക്കിക്കൊണ്ട് ഇവിടെ വെക്കാം. നമ്മൾ മറിക്കോ. ഇത് കൊള്ളാല. ഇത് നല്ല കിക്കാനുള്ള. ഇങ്ങനെ സ്വാപ്പ് ചെയ്ത് ഒരുക്കി മറിക്കോ.